ഓക്കെ, ആർ യു റെഡി? മെഡിറ്റേഷൻ റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ മോഡിൽ വന്നാൽ മതി. ഓക്കെ ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് നല്ല ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് തള്ളവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് മണ്ഡലമുദ്രയിൽ ഇരിക്കാവുന്നതാണ്. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു ജീവിതം ആസ്വദിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള, നിങ്ങൾ എന്ത് വിജയമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, എങ്ങനെ ആവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു പിക്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. എന്നിട്ട് പൂർണ്ണമായിട്ടും ആ ഒരു ജീവിതം നിങ്ങൾക്കിപ്പോ ആസ്വദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം നിങ്ങൾക്ക് സ്വീകരിക്കാം. എല്ലാത്തിനോടും എല്ലാവരോടും ഒരു അനശ്വര ബന്ധമുണ്ടെന്ന് നിങ്ങൾ അറിയുകയാണ്. അങ്ങനെ ഒരു അനശ്വര ബന്ധം നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലുള്ളവരുമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. നിങ്ങളുടെ പ്രശസ്തിയും സ്ഥാനവും ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ അതിരറ്റിട്ടുള്ള ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വിജയം നന്നായിട്ട് ആസ്വദിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് വിജയമാണ് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, എത്രമാത്രം ഉന്നതിയിൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം ഒരു പിക്ചറായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിച്ചു തുടങ്ങാം. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ ജീവിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം നേരിടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാത്തിനോടും എല്ലാവരോടും അനശ്വരമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ നിമിഷത്തിൽ നിന്നും ഞാൻ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് എല്ലായ്പ്പോഴും ഞാൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വികാരങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. വെരി ഗുഡ്. ഞാനൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ടീനേജർ ആണ്. ഞാനൊരു സൂപ്പർ ഗേൾ ആണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതൊക്കെയും വളരെ സന്തോഷപൂർവ്വം, വളരെ ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. എന്റെ ചുറ്റിലുള്ള ആളുകളോടൊക്കെയും വളരെ നല്ല രീതിയിൽ എനിക്ക് പെരുമാറാൻ പറ്റുന്നുണ്ട്. എന്റെ മാതാപിതാക്കളോട്, എന്റെ ചുറ്റിലുള്ള എല്ലാവരോടും, എന്റെ ഗുരുക്കന്മാരോട്, എന്റെ സുഹൃത്തുക്കളോട്, എല്ലാവരോടും ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഞാനൊരു ഇൻസ്പയർ ആവുന്ന രീതിയിൽ എനിക്ക് എന്നെ രൂപപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഞാൻ കാണുന്ന ഓരോ വിജയവും എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. എന്റെ ആ ഒരു വിജയത്തിലേക്ക് ഞാൻ ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും എനിക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു അല്ല. അതിനു വേണ്ടിയിട്ട് എന്നെ നയിക്കുന്ന എല്ലാവർക്കും നന്ദി. എന്റെ സൃഷ്ടാവിന് നന്ദി, എന്റെ ചുറ്റിലുള്ളവർക്ക് നന്ദി, എനിക്ക് നന്ദി, എല്ലാവർക്കും നന്ദി, എന്റെ കൂടെയുള്ളവർക്ക് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് മെല്ലെ തിരിച്ചു വരാവുന്നതാണ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ശേഷം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മൂക്കിലൂടെ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ശേഷം മെല്ലെ കണ്ണ് തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. തിരിച്ചു വന്നവരൊക്കെ വീഡിയോ മോഡിൽ വരെ പെട്ടെന്ന്. അറിയാലോ, നമ്മുടെ ടൈം വളരെ കുറവാണ്. അപ്പം നമുക്ക് പെട്ടെന്ന്
കാര്യങ്ങൾ മൂവ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. നെഹ്റിൻ, വെരി ഗുഡ്. ഷാമിയ, വെരി ഗുഡ്. ഓക്കെ, അഫ്ലഹ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അനിത, നിഹില, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പെട്ടെന്ന് എല്ലാവരും വരും. റുബ, ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിക്ലറേഷൻ ചെയ്യാം. റെഡി അല്ലേ? നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹേർട്ടിനോട് ചേർത്ത് വെച്ച് എന്റെ കൂടെ നമുക്ക് ചാൻഡ് ചെയ്യാവുന്നതാണ്. ഐ മേക്ക് ദ ടീനേജ് ഇയേഴ്സ് productive with clear goals and direction. Every moment is precious. വ്യക്തമായ ലക്ഷ്യത്തോടെയും ദിശാബോധത്തോടെയും എന്റെ കൗമാര കാലഘട്ടം ഞാൻ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. അപ്പം നമ്മളെ കഴിഞ്ഞ സെഷനിൽ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? കോൺഫിഡൻസ്. വെരി ഗുഡ്. കോൺഫിഡന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പം നമ്മളെല്ലാവരും കോൺഫിഡന്റ് ഉള്ള ആളുകളാണോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? എന്താണ് നിങ്ങൾ കോൺഫിഡൻസ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്? എന്താണ് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക്? എത്ര ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ട്? നിങ്ങൾക്ക് ചാറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എത്ര ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ട്? ഓക്കെ, കോൺഫിഡൻസ് ഉണ്ട് ഇല്ലേ? പക്ഷെ പലപ്പോഴും നമുക്ക് ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാൻ ഓക്കെ ആണ് എന്ന് പറയാന് പറ്റാറില്ല. ഉണ്ടോ? പല സമയങ്ങളിലും നമുക്ക് ഉള്ളില് ഓക്കെ ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാൻ ഓക്കെ ആണ് എന്ന് അറിയാമെങ്കിൽ പോലും പലപ്പോഴും പുറത്തേക്ക് അത് കാണിക്കാൻ പറ്റാറില്ല. പല സ്ഥലങ്ങളിൽ നമുക്ക് നമ്മളെ വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാറില്ല. ചില ആളുകൾക്ക് എന്താണ്, ഉള്ളില് തന്നെ ഓക്കെ എനിക്കത് കഴിയൂല എന്നുള്ള ഒരു പേടിയാണ്, ഒരു ഫിയർ ആണ് ഉള്ളില് അല്ലെ? പല കാര്യങ്ങളോടും ഓക്കെ ഞാൻ അത് ചെയ്താൽ ശരിയാവോ? ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, പക്ഷെ നമുക്കത് കോൺഫിഡന്റ് ആയിട്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ഭയമാണ്. എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, എനിക്ക് കഴിയോ, ചിലപ്പോൾ എനിക്കത് കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ള തോട്ടുകളൊക്കെ. അപ്പൊ ഈ എക്സാം ഫിയർ ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തുകൊണ്ട് എക്സാം ഫിയർ ഉള്ളത്. എക്സാമിനെ വേണ്ട രീതിയിൽ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയമാണ് ഉള്ളിൽ അല്ലെ? എനിക്ക് എക്സാമിന് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരുമോ, അല്ലെങ്കിൽ എനിക്ക് ആ കാര്യം പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഞാൻ പഠിച്ചതിന്റെ മണ്ടയിൽ കയറിയിട്ടില്ലല്ലോ, എനിക്കത് എക്സാമിൽ പേപ്പറിൽ എഴുതാൻ കഴിയൂലല്ലോ എന്നൊക്കെയുള്ള ഭയമാണ് നമുക്ക്. ഇത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഓവർ ടെൻസ്ഡ് ആയിട്ട് മാറും. എനിക്കത് എഴുതാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്താണ്, നമ്മള് നമ്മുടെ സെൽഫിനെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ നമ്മളെ കൊണ്ട് എന്തൊക്കെ കഴിയൂല, ഇതൊന്നും തിരിച്ചറിയാതെ നമ്മള് മറ്റാരൊക്കെയോ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റാർക്കൊക്കെ എക്സാമിന് പേടിയുണ്ട്, എക്സാം വേണ്ട രീതിയിൽ എഴുതാൻ പറ്റാത്ത ആളുകളുണ്ട്, എക്സാമിന് പഠിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളും അങ്ങനെ ആയി പോവാണ്, നമ്മൾ അങ്ങനെ ചെയ്തു പോവാണ്. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? ഒരു ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാമിനെ ഭയപ്പെടുന്ന ആളുകളായിരിക്കും പല ആളുകളും. പക്ഷെ എക്സാമിന് നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ഭയക്കണം എപ്പോ? നമ്മൾ എക്സാമിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കത് വേണ്ട രീതിയിൽ എക്സാം എഴുതാൻ പറ്റൂല അല്ലെ? അപ്പം ഓക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വേണം. കാരണം എന്തുകൊണ്ട്, നമുക്ക് ഒരു 1 ഇയർ ഓളം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിട്ട് നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ടെൻഷൻ അടിക്കേണ്ടി തന്നെ വരും. കാരണം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ്. ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഓരോ എക്സാം വരുമ്പോഴും അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുൾ മാർക്ക് വാങ്ങണം, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം, നല്ല രീതിയിൽ എഴുതാൻ പറ്റണം, അതൊക്കെ ഒരു ഭാഗം, അതവിടെ നിൽക്കട്ടെ. അത് ആസ് എ സൂപ്പർ ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീനപ്പിലുള്ള കുട്ടികൾ അതൊരു ഭാഗത്ത് നിർത്തട്ടെ. പക്ഷെ നമ്മുടെ ടീനപ്പിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാല് ഓക്കെ ഞാനൊരു സ്റ്റുഡന്റ് ആണ്, അപ്പൊ എക്സാമുകൾ നിരന്തരമായിട്ട് എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അല്ലെ?
നമ്മളൊരു ഇന്ത്യൻ കൾച്ചർ പ്രകാരം എക്സാമുകൾ അക്കാദമിക് ഇയേഴ്സിൽ ഉള്ളതാണ്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉള്ളതാണ് എക്സാമുകൾ എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ നേരിടുക തന്നെ വേണം, എക്സാം എഴുതുക തന്നെ വേണം, അല്ലെ? അത് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒന്നോ രണ്ടോ ക്ലാസ് ടെസ്റ്റ് നമ്മൾ പിന്നോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നമുക്ക് എക്സാം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് പിറകോട്ട് മാറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് ധൈര്യപൂർവ്വം നേരിടുക, കോൺഫിഡന്റ് ആയിട്ട് നേരിടുക എന്നുള്ളതാണ്. അപ്പം അതിനെ നേരിടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാമിനെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ ഭയത്തോട് കൂടിയിട്ട് ഓക്കെ എനിക്ക് അത് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇത് എനിക്ക് പഠിക്കാൻ പറ്റാത്ത വിഷയമാണോ, എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണല്ലോ, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ട്, അല്ലെങ്കിൽ ഓളെല്ലാം പഠിച്ചിട്ടുണ്ടാകും, എനിക്കാണെങ്കിൽ ഇതൊന്നും മണ്ടേ കയറുന്നില്ല, എനിക്കാണെങ്കിൽ ഇന്ന് പഠിക്കാൻ ഒട്ടും സമയം കിട്ടിയിട്ടില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓക്കെ ഏതൊരു എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിൽ പോലും ഞാൻ അതിനെ കോൺഫിഡന്റ് ആയിട്ട് നേരിടും. എന്റെ കയ്യിൽ എന്താണോ ഉള്ളത്, എനിക്ക് എന്താണോ പഠിക്കാൻ പറ്റുന്നത്, എന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഞാൻ അതിനെ നേരിടും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഉള്ളിൽ കൊടുക്കുക. ഓക്കെ, അതിന് ആദ്യം വേണ്ടത് എക്സാമിന്റെ അവിടെ നിൽക്കട്ടെ, മൊത്തത്തിൽ നമുക്ക് നമ്മളെ കോൺഫിഡൻസിന് വേണ്ടത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയുക എന്നുള്ളതാണ്, നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. സോ ഒരു കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ അക്സെപ്റ്റിംഗ് ഹൂ ആർ യു എന്നുള്ളത്, ഹൂ ആർ മീ എന്നുള്ളത്. ഓക്കെ, ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് അവിടെ ഇടപെടാൻ പറ്റുള്ളൂ. എന്റെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, എന്റെ വീക്ക്നെസ് എന്താണ്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, എനിക്കത് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യൂ നമ്മളുടെ ഉള്ളിൽ വേണം. ഇപ്പൊ ഒരു സ്ഥലത്ത് സംസാരിക്കാനാണെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ മൈക്കം പിടിച്ചിട്ട് ആങ്കറിങ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ക്ലാസ് എടുക്കുക, സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒന്നോ രണ്ടോ അതിൽ അധികം എത്ര ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ മുന്നിൽ നമുക്ക് എന്താണോ പറയാനുള്ളത്, നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റുക, ആ രീതിയിൽ നമുക്ക് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ പറ്റണം, അങ്ങനെ നല്ല രീതിയിൽ അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് അറിയണം, നമ്മൾ എന്താണ് അവിടെ സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ വേണം. അപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് ക്ലാരിറ്റിയാണ്. എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ എന്താ വേണ്ടത്? ക്ലാരിറ്റിയാണ് കൊണ്ടുവരേണ്ടത്. അത് ചിലപ്പോ തെറ്റോ ശരിയോ അങ്ങനെ പലതും ഉണ്ടാകും, അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട. തെറ്റോ ശരിയോ നമ്മൾ പറയുന്നത് ഏത് സ്ഥലത്തായാലും തെറ്റിപ്പോവോ ശരിയാവോ അതിനെ കുറിച്ചിട്ടൊന്നും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. കാരണം നമ്മൾ ജീവിതം പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, അല്ലെ? നമ്മൾ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മള് ജീവിതത്തിന്റെ ആ ഒരു ആദ്യത്തെ പകുതിയിലെ ഒരു പകുതി കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ പകുതി സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഒരു പക്ഷെ നമ്മുടെ ചുറ്റിലുള്ള ആളുകളൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മുടെ അധ്യാപകര്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ചുറ്റിലുള്ള പല ആളുകളും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ജീവിതം കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളായിരിക്കും. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ അനുഭവം കുറഞ്ഞ ആളുകളാണ്, അല്ലെ? നമ്മൾ കുഞ്ഞു മക്കളാണ്. ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ വലിയ കുട്ടിയായി? ഓക്കെ, നമ്മൾ അനിയന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നും ഞാൻ വലിയ കുട്ടിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ നാട്ടില് എന്തെങ്കിലും ഫംഗ്ഷന് ഇറങ്ങി പോകുന്ന സമയത്ത് ആളുകൾ പറയും അത് പണ്ട് എന്ത് ചെറിയ കുട്ടിയായിരുന്നു അല്ലെ, ഇപ്പൊ എത്രമാത്രം വലിയ കുട്ടിയായി എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നുക ഞാൻ വലിയ കുട്ടിയായി പോയല്ലോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോഴും കുഞ്ഞു മക്കളാണ്, അല്ലെ? ആ കൗമാര കാലഘട്ടത്തിലുള്ള എന്താ പറയാ, നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന ഒരു കൺഫ്യൂഷനിലൊക്കെ അല്ല. പക്ഷെ നമ്മളിപ്പോ ചിന്തിക്കുക എന്താണെന്നറിയോ, അത് നമ്മളൊരു പ്രായത്തിന്റെ കുഴപ്പമാണ്. നിങ്ങളെ കുഴപ്പമല്ലേ, നമ്മളെ പ്രായം, ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാനാണ് ശരി എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ മാതാപിതാക്കൾ പറയുന്നതോ നമ്മളെ അധ്യാപകർ പറയുന്നതോ ഒന്നും ശരിയായി തോന്നൂല. ഓക്കെ, എനിക്കറിയുന്നതല്ല കാര്യം, അപ്പൊ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അനുഭവങ്ങൾ കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ പല കാര്യങ്ങളും നമ്മളെ വ്യൂവിൽ നോക്കുമ്പോൾ ശരിയായിരിക്കാം, പക്ഷെ നമ്മളുള്ള ആ ഒരു അവസ്ഥയെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും പഠനവും അറിവും അവസാനിക്കുന്നില്ല എവിടെയും.
അത് എവിടെ അവസാനിക്കുന്നത്? അത് നമ്മൾ എത്രത്തോളം എന്താ പറയാ പഠിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പഠനം എന്നുള്ളത് നമ്മൾ സ്കൂളിലുള്ള ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ മാത്രമല്ല. അതൊക്കെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടും നമ്മളുടെ അക്കാദമിക് ഇയർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ പഠനം എന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്, അറിവ് നേടുക എന്ന് പറയുന്നത് അത് ആ ഒരു വിഷയത്തിൽ മാത്രം ആവരുത്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സംഗതിക്ക്, ആ ജീവിതം എന്ന് പറയുന്ന ഒരു മഹത്തായിട്ടുള്ള, ഒരു അടിപൊളിയായിട്ടുള്ള, ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു സംഭവത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ലേൺ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളെ പഠനം അതൊന്നും എവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക വേണ്ടത്. ഓക്കെ. അപ്പം നമുക്ക് എവിടെയും നമ്മൾ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. അപ്പം എന്തിനും എല്ലാ കാര്യത്തിനും എനിക്ക് എന്റെ മക്കളോട് പറയാനുള്ളത് ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. അതിന് എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും സംസാരിക്കും, ഓക്കെ, ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. അതിലെന്താ, ഓക്കെ, തെറ്റാണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, ശരിയാണെങ്കിൽ ശരിയായിക്കോട്ടെ, അതിനെ കുറിച്ചിട്ട് നിങ്ങൾ വിഷമാണ്, ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ അവിടെ ഇടപെടുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ചില ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, അനാവശ്യമായിട്ട് ഇടപെടും അല്ലെ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ സ്മാർട്ടിങ് എന്നുള്ളത്. അത് ഓവർ സ്മാർട്ടിങ് എന്ന ഓവർ കോൺഫിഡൻസ് ആണ്. ആ ഓവർ കോൺഫിഡൻസ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ഓവർ കോൺഫിഡൻസ് എന്നുള്ള ഒരു സംഗതി നമുക്ക് വേണ്ട. അത് നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടത് പ്യുവർ ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺഫിഡൻസ്, ഒരു എന്താ പറയുക ആത്മവിശ്വാസമാണ് നമുക്ക്, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആത്മധൈര്യമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്കിപ്പം എല്ലാവർക്കും കോൺഫിഡന്റ് ഉള്ള ഇപ്പൊ നമ്മളെ കുഞ്ഞു മക്കളായിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും ധൈര്യം ഉണ്ടായിരുന്നു അല്ലെ. ഇല്ലേ? നമുക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ള ധൈര്യം, നമ്മൾ കുഞ്ഞു മക്കളായിരുന്നപ്പോ നമ്മള് ചെറുപറാ സംസാരിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. നമുക്ക് എന്തിലേക്കും എടുത്ത് ചാടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. നമുക്ക് എവിടേക്കും പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ ആ ധൈര്യം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതിന് ഒരു പക്ഷേ നമ്മളെ ചുറ്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ ചുറ്റിലുള്ള അറ്റ്മോസ്ഫിയർ അതിനൊരു തരത്തിൽ പറഞ്ഞ കാരണക്കാരായിരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് നമുക്ക് ദോഷാണ്, ഇത് ദോഷാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ പിന്മാറ്റി കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് എക്സാം എന്ന് പറയുമ്പോൾ ആളുകൾ എക്സാമിന് എന്തോ പേടിപ്പെടുക്കേണ്ട ഒരു സംഗതിയാണ്, എക്സാം എന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പെടുത്തി. ഒരു പക്ഷെ നമ്മളെ മാതാപിതാക്കൾ തന്നെ ആയിക്കാരം നാളെ പരീക്ഷ അല്ലേ, എന്തെങ്കിലും പഠിച്ചുകൂണോ, പോയി പഠിക്കുന്നു പറഞ്ഞിട്ട് നമ്മളെങ്ങനെ എന്ത് ചെയ്തു, അതൊരു പേടിയുള്ള ഒരു വസ്തുവാക്കി മാറ്റി എക്സാം എന്നുള്ളത്. ചിലപ്പോ അധ്യാപകരായിരിക്കും എക്സാം ആയിട്ട് എന്താ മാർക്ക് ഇല്ലല്ലോ, എക്സാമിന് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പല രീതിയിൽ നമ്മളെ ഇമോഷൻസിനെ എന്താ പറയാ അവര് മുതലെടുത്തിട്ട് നമ്മള് എക്സാം എന്നുള്ളൊരു ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാക്കി മാറ്റി. അല്ലെങ്കിൽ എക്സാമിൽ മാർക്ക് കുറയുന്ന സമയത്ത് നമ്മളോട് അവർക്ക് ഉണ്ടാകുന്ന ഒരു അപ്രോച്ച് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാമിനെ ഭയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. അല്ലാതെ എക്സാം ഒരു കുറ്റക്കാരനായതുകൊണ്ടോ നമ്മളൊരു തെറ്റുകാരായതുകൊണ്ടോ മാത്രമല്ല നമുക്ക് ഉള്ളിലൊരു ഭയം എന്നുള്ളൊരു വിഷയം വന്നത്. ഈ കോൺഫിഡന്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഭയം എന്നുള്ളത്. അപ്പം ഈ ഫിയർ നമ്മുടെ ഉള്ളിലേക്ക് കടത്തുന്നപ്പോഴാണ് നമുക്ക് പല സ്ഥലങ്ങളിലും കോൺഫിഡന്റ് കുറഞ്ഞു പോയത്, കോൺഫിഡന്റ് ഇല്ലായ്മ സംഭവിച്ചത്, ധൈര്യം കുറഞ്ഞു പോയത്. അപ്പം ഒരു കൗമാരക്കാരി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടത് കോൺഫിഡന്റ് ആണ് മക്കളെ. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കോൺഫിഡന്റ് വേണം തന്നെ. അത് നമുക്ക് ആരോട് സംസാരിക്കാനായാലും എന്ത് സംസാരിക്കാനായാലും എന്ത് വേണം, കോൺഫിഡന്റ് വേണം. എന്നാല് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായി നമുക്കൊരു പ്യൂറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ ടീനേജറായി മാറണം എന്നുള്ളത്, ഒരു സൂപ്പർ ഗേളായി മാറണം എന്നുള്ളത്. ആ സൂപ്പർ ഗേളായി മാറണം എന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡന്റ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഓവർ കോൺഫിഡൻസ് അല്ല, പ്യൂർ പ്യൂർ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺഫിഡന്റ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയൊക്കെയാണോ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക, അതിനെങ്ങനെയൊക്കെയാണോ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുക, അതിനൊക്കെ നിങ്ങൾ ഇന്ന് മുതൽ ശ്രമിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു അത് ഒരു വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ആയി പോയതാണ്. പലരും നമ്മളെ ഉള്ളിലുള്ള കോൺഫിഡന്റിനെ തകർത്ത് കളഞ്ഞതാണ്. നമ്മൾ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മൈക്കേം പിടിച്ചിട്ട് സ്റ്റേജിന് മുന്നിലേക്ക് വന്നു, അല്ലെങ്കിൽ ടീച്ചർ വിളിക്കുന്ന സമയത്ത് മുന്നിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ വന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ നമ്മളെ കളിയാക്കി, ചിലപ്പോൾ കൂട്ടുകാർ കളിയാക്കി, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് കമന്റ് ആയിട്ട് പറഞ്ഞു. അപ്പം ആ സമയത്ത് നമ്മുടെ ഉള്ളിലൊരു പേടി വന്നു, എനിക്കത് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ ചെയ്താൽ എല്ലാവരും ചിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ളൊരു തോട്ട് വന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കാം, പക്ഷെ അവരെന്ത് ചെയ്തു,
ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അവര് അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു മുഖഭാവം അത് ശ്രദ്ധിച്ചപ്പോ നമുക്ക് തോന്നി ചിലപ്പം ഓലെന്തോ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തോ തെറ്റിപ്പോയിക്കണെന്നാ തോന്നുന്നത്. കാരണം ഓരോന്നും ചിരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഓരോന്നും കൈയടിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെ സ്വയം ഒരു ടോക്കിങ് കൊടുത്തിട്ട് നമ്മള് സ്വയം ഒരു നമുക്കുള്ളിൽ തന്നെ ആ ഒരു ഫിയർ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള എന്തൊക്കെയോ ഘടകങ്ങൾ കാരണമാണ് നമ്മളിപ്പോ തടസ്സത്തിലായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പം നമുക്കുള്ളിലുള്ള ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കോൺഫിഡന്റ്, ഒരു ധൈര്യത്തെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പിറകോട്ട് വലിച്ചു. നമ്മൾ ധൈര്യം ഇല്ലാത്തവരായി പല സിറ്റുവേഷനിലും ഇപ്പൊ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ഇല്ലേ? ഇപ്പം നമുക്ക് ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻസ് എടുക്കുക തന്നെ വേണം. ആ ചോർന്നു പോയ ധൈര്യത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻസ് എടുക്കുക തന്നെ വേണം. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഉള്ളിൽ എവിടേക്കോ തകർന്നു പോയിട്ട്, അല്ലെങ്കിൽ എവിടേക്കോ സ്റ്റെക്കായി നിൽക്കുന്ന, തകർന്നു പോയിരുന്നല്ല, സ്റ്റെക്കായി നിൽക്കുന്ന ആ ഒരു സംഗതി, ആ ഒരു ധൈര്യത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമുണ്ട്, എല്ലാവരും സ്മാർട്ട് ആയിട്ടുള്ള, എല്ലാവരും നല്ല ഉഷാറായിട്ടുള്ള മക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ഒരാളും ഒരു കുറവുള്ളവരല്ല. പക്ഷെങ്കിൽ എവിടൊക്കെയോ നിങ്ങളുടെ ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ഇത്, അത് എവിടൊക്കെയോ ഒന്ന് സ്റ്റെക്കായി പോയതാണ്. അതിന് നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരണ്ടേ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? യെസ്. ഇപ്പൊ മാഡം എപ്പോ വിളിച്ചിട്ടും ഓക്കെ നെഹ്റിൻ സംസാരിക്ക്, അഫ്ലഹ സംസാരിക്ക്, ഓക്കെ നിങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഓടി വന്ന് മൈക്ക് പിടിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഓടി വന്ന് അൺമ്യൂട്ടായി സംസാരിക്കാനോ ഉള്ള ഒരു ധൈര്യങ്ങൾ ഉള്ളിൽ വേണ്ടേ? വേണം. ഓക്കെ, ഒരാള് നിങ്ങൾ എന്തെങ്കിലും മോശമായ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണ്ടേ? അത് പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസിൽ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇരകളായി മാറേണ്ടി വരുന്നത്. കോൺഫിഡന്റ് കുറഞ്ഞോ നമ്മൾ ഇരകളായി തുടങ്ങും പല കാര്യങ്ങളിലും. പ്രത്യേകിച്ച് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ജോലി സംബന്ധമായിട്ട് ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യേണ്ടവരാണ് അല്ലെ? ഒരു നല്ല കുടുംബം ലീഡ് ചെയ്യേണ്ട ആളുകളാണ് അല്ലെ? ഒരു മാരീഡ് ലൈഫ്, കുടുംബം ഒക്കെ ലീഡ് ചെയ്യേണ്ടവരാണ് നമ്മൾ. മക്കൾ, കുടുംബം, ഭർത്താവ്, ഇതൊക്കെ ലീഡ് ചെയ്യേണ്ടവരാണ്. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ധൈര്യം നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാനും പറയാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരകളായി തുടങ്ങും. അപ്പം നല്ലൊരു സൂപ്പർ ലേഡി ആവണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു സൂപ്പർ ഗേൾ ആയി മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം വേണം. അപ്പം അത് പെട്ടെന്നൊരു ദിവസം, ധൈര്യം എന്നുള്ളത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. കാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കടന്നിട്ടുള്ള പല അഴുക്കുകൾ കാരണം നമ്മൾ ഇങ്ങനെ പിറകോട്ട് പോയി ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ, അതിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് മസ്റ്റ് ആണ്. ആക്ഷൻ എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം ആക്ഷൻ എടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നമ്മൾ റെഡി ആവണം. ഇൻഷാ അല്ലാഹ് നമുക്ക് 40 മിനിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിന് ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഉടനെ ഇത് ലിങ്ക് കട്ടായി പോകും. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സോ നമ്മുടെ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കാൻ പറ്റുക, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് ഇതിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിലൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ക്ലീനപ്പിലൂടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത്. കാര്യം ഇനി നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം. നമ്മൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീണ് വീണ് നടക്കാൻ പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇതിലൂടെ തരുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? സംസാരിച്ച് പഠിക്കുക. അതിനും കൂടിയാണ് നമ്മൾ എന്റെ മക്കൾക്ക് ആദ്യം വേണ്ടുന്നത് കോൺഫിഡന്റ് നന്നായിട്ട് വേണം. എവിടെയും ഇടപെടാനുള്ള ഒരു സ്കില്ല് വേണം. ഞാൻ നിങ്ങൾക്കുള്ളിൽ അതിനുള്ള എല്ലാവിധ സംഗതികളും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻജക്ട് ചെയ്ത് തരും. എല്ലാ സ്കിൽസും നിങ്ങൾ നമ്മൾ ഒരുമിച്ചുള്ള ഈ ഒരു ജേർണിയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വരും. സോ അത് പുറത്തേക്ക് എടുക്കാൻ ഏറ്റവും വേണ്ടത് എന്താണ്? കോൺഫിഡന്റ് അല്ലെ? നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അത് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അതിനുള്ള അവസരം കൂടിയാണ് നമ്മൾ ഒരുക്കി തരുന്നത്. അപ്പം നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമ്മൾ നിങ്ങളിലേക്ക്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. നിങ്ങൾ നമ്മളോടൊപ്പം ജേർണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അപ്പം ഇൻഷാ അള്ളാ നമ്മൾ ഈ ഒരു ജേർണി എന്തായാലും അവസാനിക്കുന്നില്ല, ഈ ജേർണി കണ്ടിന്യൂ ചെയ്ത് പോവുമായിരിക്കും നമ്മൾ ഇൻഷാ അള്ളാ. അപ്പം ആ ഒരു ജേർണിയിലൂടെ നീളം ഓരോ സമയങ്ങളിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഒരു സൂപ്പർ ടീനായി മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മളെ ടീനപ്പിലുള്ള എല്ലാ മക്കളും സൂപ്പർ ടീംസായി മാറണം, സംതിങ് സ്പെഷ്യൽ ആയി മാറണം. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് നമ്മുടെ സൃഷ്ടാവിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ബേബി സ്റ്റെപ്പ് എന്നുള്ള നമ്മളെ സ്ട്രോങ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ റെഡിയല്ലേ മക്കളെ? അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇന്നത്തെ സെഷനിൽ ചെറിയൊരു എന്താ പറയാ ഒരു ആക്ടിവിറ്റി എന്നുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് എല്ലാവരും പറയാം. ജസ്റ്റ് ഒന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ടൈം തീരാറായിട്ടുണ്ട്. പെട്ടെന്ന് ഓരോരുത്തർ അൺമ്യൂട്ട് ചെയ്ത് പറയും. എന്ത് പറയാ, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഈ സെഷനിൽ വീഡിയോ മോഡ് ഓൺ ചെയ്ത് വന്നിരിക്കാൻ പറ്റിയതാണോ നിങ്ങൾക്കൊരു കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നത്? അത് നിങ്ങൾക്ക് പറയാം. കാരണം ആദ്യം വീഡിയോ മോഡിൽ വരാത്ത ആളുകളൊക്കെ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യപൂർവ്വമാണ് നിങ്ങൾ ഇരിക്കുന്നത്. സോ അതിലൂടെ നിങ്ങൾക്കൊരു കോൺഫിഡന്റ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ട്. അതിനാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത് വീഡിയോ മോഡിൽ ഇരിക്കണം ഇരിക്കണം എന്നുള്ളത്. ഓക്കെ, നെഹ്റി. ആനുവൽ ഡേക്ക് ഡാൻസ് കളിച്ചത് അങ്ങനെ ഓക്കെ, കോൺഫിഡൻസ് ആയി ചെയ്തു. പിന്നെ ആർട്സിന് സ്പീച്ച് പറയാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. നെക്സ്റ്റ്. നമ്മുടെ ടീംസിന്റെ പരിപാടിന്റെ അന്ന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഹു ആം ഐ ചെയ്തപ്പോ കോൺഫിഡൻസ് ആയി പറയാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. നെക്സ്റ്റ്. ഇതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പബ്ലിക് ആയിട്ട് പറയുമ്പോ ഭയങ്കര പേടിയൊക്കെ ഫസ്റ്റ്, പിന്നെ അത് പറഞ്ഞു കഴിയുമ്പോ എന്താ പറയാ ഭയങ്കര കോൺഫിഡൻസ് ആയ പോലെ ഫീൽ ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. നിത. അതുപോലെ തന്നെ ആദ്യം പറയുമ്പോ തെറ്റിപ്പോവും, ആൾക്കാർ എന്ത് വിചാരിക്കുന്നില്ലതായിരുന്നു. പിന്നെ ടീംസ് ക്ലബില് നമ്മള് ജോയിൻ ചെയ്തപ്പോ ആ പ്രോഗ്രാമിൽ തന്നെ കുറച്ചൊക്കെ അവസരം കിട്ടി. അപ്പം എനിക്ക് എന്താറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ. നെക്സ്റ്റ്. ടീൻസ് ക്ലബ് നമ്മുടെ ടീനപ്പിന്റെ പ്രോഗ്രാം ഉണ്ടായ അന്ന് അവിടെ എനിക്ക് ആദ്യം സംസാരിച്ചപ്പോ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഓക്കെ ആയി വന്നു. അതിനാ നല്ല കോൺഫിഡൻസ് ആയി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ ഷമിയ. ഫിദ. എനിക്ക് മാം പറഞ്ഞ പോലെ ആദ്യം ഈ വോയിസ് മോഡിൽ വരാൻ വലിയ പേടിയായിരുന്നു, മടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ കുറെ വീഡിയോ മോഡിലൊക്കെ അങ്ങോട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ കുറെ റെഡി ആയി. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, മാഷാ അല്ലാ. ഇനി നെക്സ്റ്റ് സഫാന. ഇന്റേതും പറയുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. പണ്ട് സ്റ്റേജിൽ കയറി നിന്ന് ഇറക്കുമായിരുന്നു, പറയാനൊന്നും കിട്ടൂലായിരുന്നു. പക്ഷെ ഇപ്പൊ വിചാരിച്ചതിൽ കുറച്ചെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ കഴിയും. ആ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ടീനപ്പിന്റെ പരിപാടിക്കാണെങ്കിലൊക്കെ ക്യാമറ ഓൺ ആക്കാൻ ക്യാമറ കംപ്ലൈന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, വെരി ഗുഡ് സഫാന. നെക്സ്റ്റ് ഫാത്തിമ എന്ന പേരിലുള്ളത്. മാം, ഞാൻ ആദ്യം എവിടെ പുറത്തു പോകുമ്പോഴും ഇങ്ങനെ ഉമ്മ പറയും അവിടെ അത് പോയി വാങ്ങിക്കൊണ്ടുവര, അങ്ങനെയൊക്കെ പോയി പറയുമ്പോഴൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഉമ്മ അങ്ങനെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ റെഡിയായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഇതിൽ പേരില്ലാത്ത ഒരാളെ കാണുന്നുണ്ട്. ഡോട്ട് ഡോട്ട് ഡോട്ട്, അതാരാണ്? അതാരാ? ആളിവിടെ ഇല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ സംസാരിച്ച് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പൊ എന്റെ സിറ്റുവേഷൻ നമുക്ക് ടീനപ്പിന്റെ ആ ഒരു ഇവന്റിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഞാൻ വീണ് എണീറ്റ് നടന്ന ഒരാളാണ്.
ആദ്യ സമയങ്ങളിലൊന്നും സംസാരിക്കാനൊന്നും എനിക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആദ്യ സമയങ്ങളിൽ ഇപ്പൊ നിങ്ങളെ പോലെ ഒരാളായിട്ടാണ് ഞാൻ ആ സമയത്തൊക്കെ വന്നിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനും വീഡിയോ മോഡിലൊന്നും ഓണായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ പങ്കെടുത്തപ്പോ. പക്ഷെങ്കിൽ ഇപ്പം അൽഹംദുലില്ലാ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീണ് വീണ് തന്നെ പഠിച്ചതാണ് മക്കളെ. അപ്പം കിട്ടിയ അവസരങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ സംസാരിച്ച് ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചപ്പം ഞാൻ എന്താണോ പറഞ്ഞത്, ഞാൻ എന്താണോ ചിന്തിച്ചത് അതൊന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചിന്തിച്ചതൊന്ന്, ഞാൻ പറയുന്നത് മറ്റൊന്ന്, ആ രീതിയിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വായ എന്താവും വരണ്ടിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കാൻ തെറ്റിപ്പോവോ, ആളുകൾ എന്തൊക്കെയാ വിചാരിക്കുക, ഞാൻ പറഞ്ഞാൽ ശരിയാവോ എന്നുള്ള രീതിയിൽ അങ്ങനെയും ഭയപ്പെട്ട് കുറെ നിന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അൽഹംദുലില്ലാ ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ